കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ബ്ലോക്കുകളിലേക്ക് സ്റ്റാഫ് നഴ്സുമാരെ ഏജൻസി മുഖാന്തരം നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 2026 ജനുവരി 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ സംസ്ഥാന സർക്കാർ പുറം കരാർ നിയമത്തിന് ഉത്തരവിറക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGNA രംഗത്തെത്തിയത്. പുതിയ PMSSY ബ്ലോക്ക് കേന്ദ്ര സർക്കാരാണ് നിർമ്മിച്ചതെങ്കിലും കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമനം നടത്താൻ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരാണ്. പുറം കരാർ നിയമനത്തിനെതിരെ നേരത്തെ കോൺഗ്രസ് ആണ് രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവമുള്ള KGNA ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘടന ഇത് കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടന ഇപ്പോഴും തിരിച്ചറിയുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ നിയമനത്തിനുള്ള ശ്രമം നടക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയ വിഷയത്തിലാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGNA പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. ഇടത് സർക്കാരിനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നടപടിയുണ്ടായിട്ടില്ലെന്ന് KGNA നേതാക്കൾ പറയുന്നു. KGNA മാർച്ച് ഉദ്ഘാടനം ചെയ്തതാവട്ടെ CITU സംസ്ഥാന കമ്മിറ്റി അംഗം M. ഗിരീഷും. നവോദാരവൽക്കരണ നയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അത് തീരെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ സർക്കാർ ഏറ്റവും കൃത്യമായി ആരോഗ്യ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തി സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഈ നയങ്ങളെല്ലാം തലയിൽ പേറിയിട്ടുള്ളവർ ആ നയം നടപ്പിലാക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തുകയാണ്. കെട്ടിടം കേന്ദ്രത്തിൻ്റെതാണെങ്കിലും പുറം കരാറിന് ഉത്തരവിറക്കിയ സംസ്ഥാന സർക്കാർ ഈ വിഷയം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാൻ PSC തയ്യാറാക്കി 1830 പേരുടെ മെയിൻ ലിസ്റ്റും 1757 പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും നിലനിൽക്കുന്നുണ്ട്. 2026 ജനുവരി 31 വരെ കാലാവധിയിലുള്ള ഈ റാങ്ക് ലിസ്റ്റ് അവഗണിച്ച് നിയമനം നടത്തുമ്പോൾ തങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. പ്രതികരണം നോക്കാം. മെഡിക്കൽ കോളേജിലോട്ട് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ യോഗ്യത നേടിയ റാങ്ക് ഹോൾഡേഴ്സാണ്. ഞങ്ങൾ ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് വന്നത്. കാരണം ഈ ഔട്ട്സോഴ്സ് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സാണ്. ഞങ്ങളേറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നൊരു പോസ്റ്റ് ക്രിയേഷൻ ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും അത് PSCക്ക് തന്നെ കിട്ടുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അവർ ഔട്ട്സോഴ്സ് ചെയ്തപ്പം ഞങ്ങളാണ് ഏറെ നിരാശയിലായിരിക്കുന്നത്. അപ്പം ഇത് പിൻവലിച്ചുകൊണ്ട് ഈ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് പിൻവലിച്ചുകൊണ്ട് ആ പോസ്റ്റ് PSCക്ക് വിട്ടുകൊടുത്തോണ്ട് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ അതിൽ പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ അത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ഒരു 2000 ലിസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അപ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അത് ഒരു പുറം ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സർക്കാരിനോട് ഈ ഏജൻസിക്ക് കൊടുക്കുന്ന ഉത്തരവ് പിൻവലിച്ചിട്ട് അത് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിന് തന്നെ നിയമിക്കണം, PSCക്ക് തന്നെ തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും MM രാഗേഷ് നൽകും. രാഗേഷ്, കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ഈ PMSSY കെട്ടിടം കേന്ദ്രം നിർമ്മിച്ചതാണെങ്കിലും നഴ്സുമാരുടെ നിയമനത്തിന് ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരാണല്ലോ. ഇടതു സംഘടനയായ KGNA തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയാണല്ലോ രംഗത്ത് വരുന്നത്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഇതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ രാഗേഷ്? ഇടത് സംഘടനയായിട്ടുള്ള കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ ഇടത് സർക്കാരിനെതിരെ തന്നെയാണ് സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇടത് സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ ഈ സംഘടന തയ്യാറാവുന്നുമില്ല. ഇതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് 110ഓളം സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുള്ള PMSSY ബ്ലോക്കുകളിലേക്കാണ്, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്ക്. അതേസമയം തന്നെ 1800ഓളം വരുന്ന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കാത്തിരിക്കുന്നുണ്ട് PSC. ഇപ്പുറത്ത് 1700ഓളം വരുന്ന സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റുമുണ്ട്. ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെയാണ് പുറത്തു നിന്നുള്ള ഏജൻസിയിൽ നിന്നും ഇത്തരത്തിൽ നഴ്സുമാരെ നിയമിക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നവ ഉദാരവൽക്കരണം, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം എന്നൊക്കെ ഈ കെട്ടിടം ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ പറയുന്നുണ്ടെങ്കിലും CITUവിനെ സംബന്ധിച്ച്
ഒരു തൊഴിലാളി സംഘടന എന്നുള്ള രൂപത്തിൽ KGNA പിന്തുണയ്ക്കാതിരിക്കാൻ ആവുന്നുമില്ല. ഇതിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് KGNAയും CITയും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഏജൻസി മുഖാന്തരം നിയമനം നടത്തണമെന്നുള്ളതാണ്. ഇതിന് KGNA ഉൾപ്പെടെ ഒരു വാദമായി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞിരിക്കുന്നത് ഏജൻസികൾ മുഖാന്തരം നിയമനം നടത്തണം എന്നുള്ളതാണ്. ഇതിൽ എന്ത് നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.